നരേന്ദ്രമോദിയുടെ കാലത്ത് ഒരുപക്ഷെ ഏറ്റവും ഐതിഹാസികമായിട്ടുള്ള രണ്ട് സ്റ്റെപ്സും നമുക്ക് പറയാൻ കഴിയാവുന്ന ഒന്നാണ്. ഒന്ന് ഈ ഹിന്ദുത്വ വാച്ച് എന്ന് പറയുന്ന ഹെയ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ധൈര്യപൂർവ്വമുള്ള നീക്കം. രണ്ടാമത്തെ ഓൾട്ട് ന്യൂസാണ് സുബൈറും പ്രതീക് സിൻഹയും ചേർന്ന് നടത്തിയിട്ടുള്ളത്. ഒന്ന് ഫാക്റ്റ് എന്താണെന്ന് കണ്ടെത്തി കൊടുക്കുക, രണ്ടാമത്തേത് ഹെയ്റ്റ് റിപ്പോർട്ട് ചെയ്യുക എന്നാണ്. അപ്പോൾ 2021 തുടങ്ങിയതാണ് ഹിന്ദുത്വ വാച്ച്. അതിപ്പോൾ അവർ 1000-ലധികം പ്രധാനപ്പെട്ട ഹെയ്റ്റ് ക്രൈംസ് അവർ ഓൾറെഡി റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇത് എക്സ്പോസ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു കാര്യമാണ്. രണ്ട്, കോടതി വ്യവഹാരങ്ങളിൽ പോലും ഹിന്ദുത്വ വാച്ച് കണ്ടന്റ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 1 ഡസനോളം സമയം അതിന് നോട്ടീസ് കൊടുക്കുന്നു, അതിനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നു. മുഹമ്മദ് സുബൈറിൻ്റെ കേസ് നമുക്കറിയാലോ, ഒറ്റയടിക്ക് 6-7 കേസ് എടുക്കുന്നു, ദിവസങ്ങളോളം ജയിലിലിടുന്നു. ആ സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി അതിൻ്റെ ഫണ്ട് മരവിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുന്നു. ഇവർ രണ്ടുപേരും ചെയ്ത ക്രൈം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ വസ്തുത എന്താണെന്ന് പറയാൻ ശ്രമിക്കുകയാണ്, നിരന്തരമായിട്ട് നടക്കുന്ന ഹെയ്റ്റ് ക്രൈംസ് റിപ്പോർട്ട് ചെയ്യാൻ രണ്ടുപേരും ചെയ്യുന്നത് ശരിക്കും, പക്ഷേ അത് പൂട്ടിക്കുകയാണ്.